നമ്മൾ നമ്മുടെ ബ്രെയിനിനെ പ്രോപ്പർ ആയിട്ടുള്ള വേര് ഫുൾ ആക്കാൻ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് എന്തും നമുക്ക് ലൈഫിൽ പോസിബിൾ ആക്കി എടുക്കാൻ പറ്റുന്ന പറഞ്ഞാൽ അത് എത്ര പേര് വിശ്വസിക്കുന്ന എനിക്കറിയില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഞാൻ ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന ബിക്കം സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞ ഈ ബുക്കിനകത്ത് എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു ലൈനാണ്. ഇതിന്റെ റീസൺ ഞാൻ ചെറുതായി ഇതിനകത്ത് പറഞ്ഞ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലെങ്കിലും ഞാൻ സിമ്പിൾ ആയിട്ട് അതിന്റെ ഒരു കാര്യം പറഞ്ഞാലും എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനും തോന്നി. നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും, ബട്ട് എന്റേതായ രീതിയിൽ ചെറിയൊരു വീഡിയോ എനിക്ക് എന്തായാലും ചെയ്യാനും തോന്നി. നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ, റിയാലിറ്റി ആണോ അല്ലയോ ഇതൊന്നും അറിയില്ല. നമ്മുടെ ബോഡിയിൽ എന്ത് ഫീലിംഗ് ആണുള്ളത്, നമ്മുടെ തോട്ട്സിൽ എന്ത് ഫീലിംഗ് ആണുള്ളത്, നമ്മളത് എങ്ങനെയാണ് സെൻസ് ചെയ്യുന്നത്, ഇതാണ് നമ്മുടെ ബ്രെയിനിന് അറിയുന്നത്. സോ നിങ്ങൾക്ക് ഇല്ലാത്തൊരു കാര്യവും ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളത് എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി അത് ഉണ്ടെന്നുള്ള കാര്യം വിശ്വസിക്കും. ആൻഡ് സബ് കോൺഷ്യസ്ലി ആ ഒരു കാര്യം ഫീഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയലിസ്റ്റിക്കലി നമ്മുടെ ലൈഫിൽ അത് റിയാലിറ്റി ആവും എന്നുള്ളതാണ് കാര്യം. ഞാൻ ഈ പറഞ്ഞത് എത്ര പേര് കൺഫ്യൂഷൻ ആയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പൊ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ചില കാര്യങ്ങൾ, ചില വേഴ്സ്റ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് വിഷമിക്കലുണ്ടല്ലോ നിങ്ങൾ ആരെങ്കിലും. അതായത് ഇത് അങ്ങനെ നടന്നാലോ എന്ന് ആലോചിച്ച് കരയിലുണ്ടാവില്ലേ. അതായത് വേഴ്സ്റ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് ഇമോഷൻസ് വരും, നമ്മുടെ ലൈഫിൽ റിയാലിറ്റി ആയിട്ട് മാറും. അതേപോലെ തന്നെയാണ് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഒരു 100K ഫോളോവേഴ്സ് റീച്ച് ആവണം, യൂട്യൂബിനകത്ത് ഒരു 100K സബ്സ്ക്രൈബേഴ്സ് റീച്ച് ആവണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. പക്ഷെ എന്റെ ബോഡിനെ സംബന്ധിച്ചോളം ഇന്ന് അതെന്റെ റിയാലിറ്റി ആണോ അല്ല. പക്ഷെ എന്റെ ബ്രെയിനിന് അത് അറിയത്തില്ല, അത് റിയാലിറ്റി ആണോ അല്ലയോ എന്നുള്ള കാര്യം അതിനെ അറിയത്തില്ല. ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ 100K ആയി, ഓൾറെഡി യൂട്യൂബിനകത്ത് 100K ആയി. ഇങ്ങനെ ആ ഒരു ലെവലിൽ എന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടിയതുപോലെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതെന്റെ സബ് കോൺഷ്യസ്ലി എനിക്ക് അത് ബിലീവിപ്പിച്ച് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അല്ലെങ്കിൽ നാളെ അത് പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ റിയാലിറ്റി ആയിട്ട് മാറും എന്നുള്ളതാണ് ദ ട്രൂത്ത് അല്ലെങ്കിൽ ദ സയൻസ് ആ ബുക്കിനകത്ത് പറയുന്നത്. അതേപോലെ തന്നെ എന്തൊരു കാര്യം ഇപ്പൊ എന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടോ പറഞ്ഞത്. നിങ്ങളുടെ ഇപ്പൊ എന്തായിക്കോട്ടെ, എക്സാം ആയിക്കോട്ടെ, പെർട്ടിക്കുലർ ജോബ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ഫൈനാൻസ് ആയിക്കോട്ടെ, നല്ലൊരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അതിപ്പോ പാർട്ട്നേഴ്സ് തമ്മിലുള്ളതാവാം, ഫ്രണ്ട്ഷിപ്പ് ആവാം, ലൈക്ക് നല്ല നല്ല ആൾക്കാർ സറൗണ്ടിൽ വരുന്നതായിക്കോട്ടെ. ഇതൊക്കെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ നടന്നു അല്ലെങ്കിൽ നടന്നിട്ടുണ്ട് എന്ന ലെവലിൽ നിങ്ങൾക്ക് അത്രയും അത് നടന്നു കഴിഞ്ഞാൽ ഇത്ര ഹാപ്പി ആവും. ആ ഒരു ഹാപ്പിനെസ് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലോട്ട് കൊടുക്കാൻ പറ്റുവാണ്, നിങ്ങളുടെ ബോഡിയിൽ അത് സെൻസ് ചെയ്യുവാണ്. ലൈക്ക് ഓ മൈ ഗോഡ് ഇന്നത് നടന്നു. ഇപ്പൊ സപ്പോസ് എന്നെ സംബന്ധിച്ചോളം ഇന്ന് എന്റെ യൂട്യൂബിൽ 100K ആയെന്ന ലെവലിൽ അത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് പറ്റണമെന്നില്ല. ഇൻ റിയാലിറ്റി വി ഓൾ ആർ ഹ്യൂമൻ ബീങ്സ്. അപ്പൊ ഇല്ലാത്തേ നമുക്ക് പെട്ടെന്ന് നമ്മൾ അങ്ങനെ ആരെയും നമ്മളോട് വിചാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അങ്ങനെ ആരും നമുക്ക് പറ്റണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് അവിടേക്കാണ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടി ആ പറയുകളൊക്കെ നമ്മളെ ഈ ഒരു പോയിന്റിൽ ആ ഒരു ഇല്ലാത്തതിന് ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മെന്റലി ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഒരു കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. അല്ലാതെ നോർമലായിട്ട് പോകുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ചാൽ പെട്ടെന്ന് അത് പറ്റണമെന്നില്ല. അപ്പോൾ ആ ബുക്കിനകത്ത് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ലെവലിലുള്ള സെയിം അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഇമോഷൻസ്, നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ജോബ് കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഇത്ര സാലറി കിട്ടി, നിങ്ങളുടെ ബിസിനസ് സക്സസ്ഫുൾ ആയി, അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ ഗ്രോ ആയി, നിങ്ങൾ വിചാരിച്ച ഒരു ലെവൽ എത്തി. അങ്ങനെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക, എക്സാക്ട്ലി അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ട്, അവിടെ എത്തിക്കഴിഞ്ഞാൽ ആക്ഷൻസ് എങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക, അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും, നിങ്ങൾ എന്നൊരു വ്യക്തി എന്തായിരിക്കും, അതേപോലെ നിങ്ങൾക്ക് ബിഹേവ് ചെയ്യാനും അതേപോലെ ഫീൽ ചെയ്യാനും അതേപോലെ ഇമോഷൻസിന് കൊണ്ടുവരാനും നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമലി അവിടെ എത്തുന്നതിനേക്കാളും പെട്ടെന്ന് ആ ഒരു ഗോൾ നിങ്ങളിലോട്ട് വരും എന്നതാണ് ആ ബുക്കിനകത്ത് പറയുന്ന സയന്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള കാര്യമാണ്. അല്ല അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ വിചാരിച്ചാൽ അത് അതിനകത്ത് പറഞ്ഞ എല്ലാം ഓരോന്ന്, ബിക്കോസ് ആ ഒരു ബുക്ക് ആയിക്കോട്ടെ നമ്മൾ ഇനീഷ്യലി വായിച്ചു വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അല്ല ഞാനിപ്പോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ ലൈൻ അത് എനിക്ക് കുറച്ച് ബ്രീഫായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തോന്നി. സോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തൊരു കാര്യം അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു ചീറ്റ് കോഡായിട്ട് തന്നെ ഇതിനെടുക്കുക. അറ്റ് ദ സെയിം ടൈം ഇന്ന് എനിക്കൊരു കാര്യം വേണം, ഞാൻ അങ്ങനെ കിട്ടിയ പോലെ വിചാരിച്ചു കിട്ടുകളയല്ല. ഇന്ന് തൊട്ട് ആ ഒരു ഗോളിലൂടെ നിങ്ങൾ റീച്ച് ആവണ വരെ നിങ്ങൾ 10 ദിവസം ട്രൈ ചെയ്ത് എനിക്ക് നടന്നില്ലല്ലോ ഇനി ആവില്ല എന്നുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആവത്തില്ല. നമ്മളത് ഡൗട്ട് ചെയ്യാനേ പാടത്തില്ല. ഡൗട്ട് ചെയ്യാതെ അൾട്ടിമേറ്റ് ഫെയ്ത്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു കാര്യം ആ ഒരു ഫീൽഡിൽ അത് ഇമോഷണലി അത് അഡാപ്റ്റ് ആയിട്ട് ഗോ ത്രൂ ചെയ്യുക. എപ്പോ വെൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരരുത്. കാരണം അങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഡൗട്ട് ക്രിയേറ്റ് ആവുകയാണ്. ഉള്ള കാര്യത്തിൽ നമ്മൾ പിന്നെയും ഡൗട്ട് അടിക്കും, ഒരിക്കലും ഇല്ല. അപ്പൊ അത് ആ ഒരു ഫെയ്ത്ത് വെച്ച് പോവാ. അങ്ങനെ പോണ സമയത്ത് ഇറ്റ് വിൽ ബി യുവർ റിയാലിറ്റി സൂൺ, സൂപ്പർ സൂൺ. വെറും സൂൺ എന്ന് പറയാനേക്കാൾ ഉപരി സൂപ്പർ സൂൺ എന്ന് വേണമെങ്കിൽ പറയാം. സോ ട്രൈ ഇറ്റ് ഔട്ട്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ.